ഈ വിദ്യാർത്ഥിയുടെ മരണം ഗവൺമെൻറ്റിനുള്ള ഒരു മുന്നറിയിപ്പാണ്. കാരണം നമ്മുടെ വിദ്യാലയങ്ങൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സുരക്ഷാ പ്രവർത്തനങ്ങൾ, അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അത് പേപ്പറിൽ മാത്രം ഒതുങ്ങുന്നതാണ്. അത് ആ കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വെക്കേഷൻ കാലത്ത് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാത്തതിൻ്റെ പരിണത ഫലമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ തേവലക്കര സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ തേവലക്കരയിൽ ഈ സംഭവത്തിന് ഉത്തരവാദികളായ KSEB ഉദ്യോഗസ്ഥന്മാർക്കെതിരെയോ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെയോ വിദ്യാഭ്യാസ വകുപ്പിനെതിരെയോ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാതെ അവരെ സംരക്ഷിച്ചുകൊണ്ട് ആ സ്കൂളിലെ ഹെഡ്മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെയാണ് ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുള്ളത്. യഥാർത്ഥത്തിൽ ഹെഡ്മിസ്ട്രസ് അവസാനമേ വരുന്നുള്ളൂ. ഇത് ടോട്ടൽ നെഗ്ലിജിയൻസാണ്. ആ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് KSEBയുടെ ഭാഗത്തുള്ളതും സ്കൂൾ മാനേജ്മെൻറ്റ് ഭാഗത്തുള്ള നെഗ്ലിജൻസാണ്. അത് വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി സമ്മതിച്ചു, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സമ്മതിച്ചു, അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട എല്ലാവരും സ്കൂൾ മാനേജ്മെൻറ്റ് സമ്മതിച്ചു. അവർക്ക് പറ്റിയ അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്ന് സമ്മതിച്ചു. പക്ഷേ അവർക്കെതിരെ നടപടിയില്ല. യഥാർത്ഥത്തിൽ ഒന്നാം പ്രതി സ്കൂൾ മാനേജ്മെൻറ്റാണ്. ഒപ്പം അതിന് തുല്യമായ പ്രതിയാണ് KSEB, പിന്നെ വിദ്യാഭ്യാസ വകുപ്പ്. ഇവർ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം വെള്ളപൂശി. അവരെല്ലാം തന്നെ ഇടതുപക്ഷ സംഘടനയുടെ ഭാരവാഹികളാണ്. അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് CPMൻ്റെ നേതൃത്വമുള്ള മാനേജ്മെൻറ്റാണ്. അവരെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഈ സ്കൂൾ ഹെഡ്മിസ്ട്രസിനെ മാത്രം ഇമ്മീഡിയറ്റായിട്ട് സസ്പെൻഡ് ചെയ്ത് ഒരു നടപടി എടുത്തു എന്ന് വരുത്തി കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. യഥാർത്ഥത്തിൽ ഈ സ്കൂള് സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. ആ സ്ഥലത്തെ MP എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നു, ഈ സ്കൂള് സർക്കാർ ഏറ്റെടുക്കണം. ഇവിടെ ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ സ്കൂൾ മാനേജ്മെൻറ്റ് പൂർണ്ണമായും പരാജയപ്പെട്ടു. സ്കൂളിലെ ഭൂരിപക്ഷം കെട്ടിടങ്ങളും വളരെ മോശമായ അവസ്ഥയിലാണ്. കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ പോലും ഫിറ്റ്നസ് ഉള്ള ക്ലാസ് റൂമുകളല്ല, കെട്ടിടമല്ല. പക്ഷേ CPM ആണ്, കേരളം ഭരിക്കുന്നത് അവരാണ് എന്നുള്ളത് കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ആ കാര്യത്തിൽ വേണ്ടത്ര നിർബന്ധിക്കാതെയാണ് ആ സ്കൂളിലെ അധ്യയനം നടന്നുകൊണ്ടിരുന്നത്.